സത്യമായിട്ട് ഒരു പേടി. എൻ്റെ മാനസികാവസ്ഥ എൻ്റെ പ്രശ്നങ്ങളൊന്നുമല്ല അവർ പേടി. എങ്ങാനും ഈ ഉടക്കിൽ അതായത് ഇക്കായിട്ട് ഇടയ്ക്ക് വെച്ച് ഭക്ഷണം കഴിക്കുന്നില്ല അത്. അപ്പം ഞാൻ പറഞ്ഞത് എനിക്ക് ഭക്ഷണം വേണ്ട, ഒന്നും വേണ്ട, നിങ്ങൾ പോയി കഴിച്ചോളൂ. അപ്പം ഇവന് പേടി. ഞാനാണല്ലോ മന്തി സെറ്റ് ചെയ്തത്, അത് കിട്ടില്ലെന്ന്. അവൻ അതാണ് കൺസേൺ. ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയൊരു വീഡിയോ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എന്താ പോലെ തോന്നുന്നു, കാരണം കുറേ നാളായി ലോങ് വീഡിയോ ഇടാറേ ഇല്ല. നമ്മൾ എല്ലാം ഷോർട്സിലാണ് ഇപ്പം പോകുന്നത്. 3 മിനിറ്റൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം വിവരങ്ങളൊക്കെ അതിലൊക്കെ ആഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഇപ്പം 3 മിനിറ്റ് ആയിരുന്നു. നീ ഒന്നും പറഞ്ഞില്ലേ? ഇപ്പൊ 3 മിനിറ്റ് ഉണ്ടടാ ഷോർട്സ്. മെയിൻ പ്രശ്നമാണല്ലോ, എക്സ്റ്റേണൽ ആയിട്ടുള്ള മ്യൂസിക് ഒന്നും ഇടാനും പറ്റില്ല. പണ്ടൊക്കെ അത് പ്രശ്നമില്ലായിരുന്നു. പണ്ടൊക്കെ അപ്പൊ കോപ്പിറൈറ്റ് ഇവരിവിടെ ഉമ്മ ഉപ്പ ഇക്കായൊക്കെ വന്നിട്ട് ഒരാഴ്ചയായി. ഇവൻ 2 ദിവസം ആയിട്ടേ ഉള്ളൂ കേട്ടോ വന്നിട്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ? ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങൾ ഇവിടുന്ന് മൂവാറ്റുപുഴ വരെ പോവാണ്. നമുക്ക് അവിടെ ഒരു ഷോപ്പിന്റെ പ്രൊമോഷൻ വീഡിയോ എടുക്കാനുണ്ട്. അപ്പോൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി നിന്നപ്പോൾ ഇൻട്രോ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇവനുള്ളതുകൊണ്ട് ബാക്കി വീഡിയോസൊക്കെ എടുത്തു തരാൻ ഒരാളുണ്ടല്ലോ. ഇത് ഞാൻ തന്നെ മാനേജ് ചെയ്യണം. ഭയങ്കര പാടാണ്. അതായത് ഞാൻ എല്ലാവരുടെയും വീഡിയോ എടുക്കും, പക്ഷെ എൻ്റെ വീഡിയോ എടുത്തു തരാൻ ആരും ഉണ്ടാവില്ല. ഇപ്പോഴും പ്രശ്നം. നമ്മൾ മാത്രമല്ല, ഇപ്പൊ എല്ലായിടത്തും അങ്ങനെയാണ്. ഇപ്പം ക്യാമറ യൂസ് ചെയ്യുന്ന എടുക്കുന്ന ആൾക്കാർ വീഡിയോ എടുക്കാൻ ആരുണ്ടാവും. അവരെല്ലാവരും വീഡിയോ എടുക്കും. അത് പിന്നെ നമ്മൾ പറഞ്ഞ് അങ്ങനെ എടുക്കുക ഇങ്ങനെ എടുക്കുക അങ്ങനെ പറഞ്ഞ് എടുക്കണം. അല്ലെങ്കിൽ അന്ന് കല്യാണത്തിനൊക്കെ പോയപ്പോൾ കല്യാണത്തിനൊക്കെ പോയപ്പോൾ ഫവാസ് ഉണ്ടായിരുന്നോണ്ട് എടാ ഒന്ന് എടുത്തോന്ന് പറഞ്ഞ് അവനെ ഏൽപ്പിച്ചു. അപ്പോൾ അവൻ നമ്മളറിയാതെ തന്നെ മറ്റുള്ളവരായിട്ട് സംസാരിക്കുന്നു, അങ്ങനെയൊക്കെ എടുക്കുമല്ലോ. ഇത് നമുക്കത് പറ്റേയില്ല. പിന്നെ എൻ്റെ പോലെ ഈ ക്ലൈമറ്റ് നോക്കി ഇവിടെയൊക്കെ ആകെ എന്തൊക്കെയോ പിന്നെ ക്ലൈമറ്റ് എന്തായാലും കാറിൻ്റെ അകത്തിരുന്നല്ലോ മേക്കപ്പ് ഇടാന്ന് വിചാരിച്ചു. ഇവിടുന്ന് ഒന്നാമത് സമയമായി 8:30. ഇപ്പം തന്നെ ഇറങ്ങണം. നമ്മൾ 10 മണിക്കുള്ളിൽ അവിടെ എത്തണം എന്നാണ് പറഞ്ഞേക്കണം. അപ്പം അതിൻ്റെ അകത്ത് ഇരുന്നങ്ങനെ മേക്കപ്പ് ഇടാമെന്ന് വിചാരിച്ചു. കാരണം നമുക്ക് സമയം പോകും. അതെ, 10 മണിയാകുമ്പോഴത്തേക്ക് എത്താനാണ് കേട്ടോ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ രാവിലെ എഴുന്നേറ്റ് അഫീനെ വിടുന്ന തിരക്കും കാര്യങ്ങളെല്ലാം കൂടി ആയിട്ട് നമുക്ക് ആ ഒരു ടൈം ആകുമ്പോൾ എന്തായാലും എത്താൻ പറ്റില്ല. എന്തായാലും ഒരു അരമണിക്കൂർ ലേറ്റ് ആവും കേട്ടോ. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ പിന്നെ കാറിലിരുന്നെങ്ങാനും മേക്കപ്പ് ചെയ്യാം. ഇവിടെ നിന്ന് മേക്കപ്പ് ചെയ്യാനും കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും മൊത്തം സമയം പോകും. അപ്പോൾ എന്തായാലും അഫീനെ ബസ്സിൽ വിട്ടില്ല. നമ്മളെന്തായാലും ആ വഴിക്കാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും അവനെ സ്കൂളിൽ ഇറക്കി വിടാമെന്ന് വിചാരിച്ചു. പിന്നെ ഇറങ്ങാൻ കുറച്ച് ലേറ്റ് ആയപ്പോഴേക്കും ഞാൻ ആ സമയം കൊണ്ട് 1-2 സാധനങ്ങളൊക്കെ ഒന്ന് മുഖത്ത് അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും നമ്മൾ പോകാൻ ഇറങ്ങാം കേട്ടോ. നിധിക്കുട്ടീനെ കൊണ്ടുപോകുന്നില്ല, നിധിക്കുട്ടി ഉമ്മിച്ചിയുടെ അടുത്ത് നിന്നോളും. കാരണം അവളെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പം ഫീഡിങ് കാര്യങ്ങളില്ലാത്തതുകൊണ്ട് ആ ഒരു പ്രശ്നമില്ല. പക്ഷെ എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ അവൾക്ക് ഭയങ്കര പ്രശ്നമാണ്. എപ്പോഴും എൻ്റെ അടുത്ത് വരണം അങ്ങനത്തെയൊക്കെ ഒരു ഇതാണ്. എന്നെ കാണാതിരുന്ന അത്ര വലിയ പ്രശ്നമില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഒരു വർക്കിന് പോകുന്നില്ല. അപ്പോൾ ആ ഒരു ടൈമിൽ അവളെ കൊണ്ടുപോകാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ പോയിട്ട് പെട്ടെന്ന് തന്നെ വരികയും ചെയ്യുമല്ലോ. അങ്ങനെ അഫിയുടെ സ്കൂളിൽ എത്തിയപ്പോഴേക്കും അവനെ ക്ലാസ്സിൽ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. അപ്പോഴേക്കും അവൻ്റെ ബസ്സൊക്കെ വന്നു എന്ന് തോന്നുന്നു. അങ്ങനെ കാർ അവിടെ നിർത്തിയിട്ട് കുറച്ച് സമയം കൊണ്ട് ഞാൻ എന്തായാലും ഐ മേക്കപ്പ് ഒന്ന് ചെയ്ത് വെച്ചേക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും കാർ ഓടുന്ന സമയത്ത് ഐ മേക്കപ്പ് ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ മേക്കൊന്നിരിക്കുമല്ലോ. അതുകൊണ്ടിട്ട് ആ ഒരു ടൈമിൽ കുറച്ച് ഐ ഷാഡോ ഒക്കെ ഇട്ട് ഐ മേക്കപ്പ് സെറ്റ് ചെയ്തു കേട്ടോ. വീട്ടിൽ നിന്ന് തുടങ്ങിയ മേക്കപ്പാണ്. അതിന് വല്ലയിടത്ത് നിർത്തുമ്പോഴല്ലേ ഈ കണ്ണൊക്കെ ഇതാക്കാൻ പറ്റുള്ളൂ. എന്താണ് കഷ്ടപ്പാടല്ലേ ശരിക്കും പെൺകുട്ടികൾക്ക്. പിന്നെ ചില്ലറ പാടാണ്. ശരിയാണ്. ഇതൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ചിലവര് വന്നിട്ട് പറയും പുട്ടി പുട്ടി. പിന്നെ പുട്ടിയിട്ട പിന്നെ പുട്ടി എന്ന് പറയും. അത് എത്ര കോട്ട അടിക്കുന്നതെന്ന് അറിയോ? അത് 1, 2, 3 ഇതൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ കുളിക്കുന്നു നേരെ ഇറങ്ങി വരുന്നു. പിന്നെ അത്രേ ഉള്ളൂ. പൗഡർ എത്ര പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടോ ക്രീം പൗഡറൊക്കെ ഇട്ട അത് വല്ലപ്പോഴും അല്ലേ. ഒരു പൗഡറൊക്കെ ഇട്ടാലായി നമ്മള്. ടീച്ചറാണ് കുട്ടികൾ. ഇവിടെ എത്ര ക്ലാസ്സിലുണ്ട്? ഇവിടെ കുട്ടി അഫീന്റെ സ്കൂളാ. അഫീന്റെ സ്കൂൾ ഗൈസ്. ഓ കിടല സ്കൂളല്ലേ. ഷോർട്സിനുള്ള എടുത്തോളാം.
രാവിലെ വീട്ടിൽ ചായക്കുണ്ടായിരുന്നത് കപ്പയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനതങ്ങനെ വലിയ കാര്യമായിട്ട് കഴിച്ചൊന്നുമില്ല. കാരണം ഹെവി ഫുഡ് കഴിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ ആകെ ബുദ്ധിമുട്ടാവും, പിന്നെ മൊത്തത്തിലൊരു ക്ഷീണമൊക്കെ ആയിരിക്കും. അതുകൊണ്ടിട്ട് ഞാൻ കുറച്ച് മാത്രമാണ് കഴിച്ചുള്ളൂ. പിന്നെ ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളവിടെ എത്താനായപ്പോഴത്തേക്കും ചായ വാങ്ങിച്ച് കുടിക്കുന്നതാണ്. ഒരു ചെറുകടിയും കഴിച്ചു. പിന്നെ ആ ഒരു ടൈം കൊണ്ട് തന്നെ ഏകദേശം മേക്കപ്പൊക്കെ ചെയ്തു. പക്ഷേ എൻ്റെ സ്കിന്നിൽ ഭയങ്കര പ്രശ്നങ്ങളാണ്. ഇപ്പോൾ ഈ ഒരു ക്ലൈമറ്റ് എനിക്ക് പറ്റേയില്ല. ഇപ്പോൾ പിന്നെ കുറവുണ്ട്. ഞാൻ ആ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്ലൈമറ്റ് വരുമ്പോഴേക്കും എൻ്റെ ചുണ്ടിൻ്റെ 2 സൈഡിലും പൊട്ടിയിട്ട് ആകെ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളാണ്. എനിക്ക് ഇങ്ങനെ വാ തുറക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിട്ടുണ്ട് കേട്ടോ. ഡിഗ്രിക്കും PGക്കും ഒക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്. ഇപ്പോഴും അത്ര വലിയ പ്രശ്നമില്ല, എന്നാലും ബുദ്ധിമുട്ട് തന്നെയാണ്. ഇതിങ്ങനെ കറക്റ്റ് ഇങ്ങനെ ഫേസിൽ നോക്കുമ്പോൾ അറിയാൻ പാകത്തിന് തന്നെയാണ്. എന്തായാലും അവർ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു ലേറ്റ് ആവുന്നത് എന്താണെന്ന് അറിയാൻ. അതായത് അവിടെ നിന്ന് കോൾ വരുമ്പോൾ തന്നെ നമ്മൾ കറക്റ്റ് ആ ഒരു ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ എത്തിയ ഉടനെ തന്നെ നമ്മൾ അത് ഷൂട്ട് ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പോൾ അവനുണ്ടായിരുന്നതുകൊണ്ട് നല്ല ഈസി ആയിരുന്നു. പിന്നെ അവിടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ, നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാനും വീഡിയോയിൽ നമ്മുടെ കൂടെ നിൽക്കാനൊക്കെ ആയിട്ട്. അതുകൊണ്ട് ഭയങ്കര ഈസി ആയിരുന്നു കേട്ടോ. പെട്ടെന്ന് തന്നെ സംഭവം കഴിഞ്ഞേ. ഇതിൽ പോരാ, ഇങ്ങനത്തെ പോരാ, മറ്റേ വേണം. ഇപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, ഇതൊക്കെ ബ്രാൻഡ് ആണോ? ഈ കുട്ടി കൊണ്ടുവന്ന പ്രീമിയം ബ്രാൻഡ് പ്രൊഡക്ട്സ് ആണ്. അതിൻ്റെ എന്തുകൊണ്ടാണ് ഇത്ര വില കുറച്ച് കൊടുക്കാൻ അതായത് സാധനങ്ങൾ ഡയറക്റ്റ് കസ്റ്റമേഴ്സിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഇത്ര വില കുറച്ച് കൊടുക്കുന്നത്. അതിനുള്ള റേറ്റ് വരുന്നത് 3900 ആണ്. അതിൻ്റെ എല്ലാം മൾട്ടിമീഡിയമാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളം വീണാലും ഡാമേജ് ആവില്ല. ഒരുപാട് കളക്ഷൻസ് ഇവിടെ വരുന്നുണ്ട്. അതിന്റെ സ്റ്റാർട്ടിംഗ് മോഡലിന്റെ റേറ്റ് വരുന്നത് 3900 ആണ്. അതിന് ഇതെല്ലാം മൾട്ടിവുഡിലാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളം വീണാലും ഡാമേജ് ആവില്ല. കൂടാതെ 5 വർഷം വാറന്റി ഉണ്ട്. 5 വർഷം 10 ഒരുപാട് കളക്ഷൻസ് ഇവിടെ വരുന്നുണ്ട്. അതിന്റെ സ്റ്റാർട്ടിംഗ് മോഡലിന്റെ റേറ്റ് വരുന്നത് 3900 ആണ്. അതിന് ഇതെല്ലാം മൾട്ടിവുഡിലാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളം വീണാലും ഡാമേജ് ആവില്ല. കൂടാതെ 5 വർഷം വാറന്റി ഉണ്ട്. എല്ലാം കൂടെ കിട്ടണ ആടെ ഉണ്ടാവും. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ഷൂട്ട് കഴിഞ്ഞു കേട്ടോ. എല്ലാ പ്രാവശ്യത്തെക്കാട്ടിലും കുറച്ച് സ്പീഡായിട്ട് എടുക്കാൻ പറ്റി. ഒത്തിരി ഐറ്റംസ് ഉണ്ടായിരുന്നില്ല. പിന്നെ ആ കുട്ടി അത്യാവശ്യം അറിയാവുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പറഞ്ഞെന്ന് അപ്പോൾ അതങ്ങനെ ഷൂട്ട് ചെയ്ത് പോയി. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി വീട്ടിലേക്ക് പോവാണ്. ഓക്കെ, ഇന്നത്തെ ഷൂട്ടിങ് എങ്ങനെ ഉണ്ടായിരുന്നു? കുറെ നാളുകൾക്ക് ശേഷമല്ലേ ഇപ്പൊ പോകുന്നത്. അതിന്റെ ഒരു നല്ല ഇതായിരുന്നു, നല്ല ഫ്രീ ആയിരുന്നു. സാധാരണ പിന്നെ നമ്മൾ ഇതുവരെ ചെയ്യാത്ത ടൈപ്പിലുള്ള ഒരു പ്രൊമോഷൻ കൂടെ ആയിരുന്നല്ലോ. അപ്പൊ അതിന്റെ ഒരു പിന്നെ കുറച്ച് ഫ്രീ, കുറച്ച് സമാധാനത്തിൽ ചെയ്യാൻ പറ്റി. അവനുള്ളതുകൊണ്ട് എനിക്കും മണി കുറവായിരുന്നു. ഭാഗ്യമായി ഇന്ന് കുറെ കോൾസും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല തിരക്കുമായിരുന്നു. അവനുള്ളതുകൊണ്ട് അത് ഉപകാരമായി. പിന്നെ അവരുടെ ഒരു ഇടപെടൽ നല്ല വൃത്തിയുണ്ടായിരുന്നു. ദേഷ്യം വരുന്നതിന്റെ ഒന്നല്ല, അങ്ങ് കുറെ ഐറ്റംസും കാണിച്ച് അങ്ങനെയൊക്കെ അങ്ങനെ നമുക്ക് ചെയ്ത് ദേഷ്യം അവരോടല്ല കേട്ടോ, അവരോട് തോന്നുന്നുണ്ടായി. നമുക്കിത് ചില സാധനം ചിലപ്പോൾ ലൈറ്റിംഗ് ഉണ്ടാവില്ല, ചിലപ്പോൾ ഒരു സാധനം വെച്ചെടുത്ത് നിൽക്കില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അങ്ങനെയുള്ള പ്രശ്നം വരുമ്പോൾ സമയം പോവല്ലേ. പിന്നെ കുട്ടികൾ കൂടെ ഉള്ള സമയത്താണ് കൂടുതൽ പ്രഷർ വരിക. കുട്ടികളും കൂടെ അവരെ കുറ്റം പറയുന്നല്ല കേട്ടോ, അവരില്ലാതിരിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഫ്രീ ആണ് എടുക്കാൻ കൊണ്ടുവരാതിരിക്കാണ് നല്ലത്. പിന്നെ ചിലത് ഞാൻ ആശ്നാക്ക് ഞാൻ എൻ്റെതായ രീതിയിൽ ഞാൻ പറഞ്ഞു കൊടുക്കും. ചിലപ്പോൾ അവളത് തെറ്റിക്കും. 2-3 പ്രാവശ്യം എനിക്ക് ദേഷ്യം. ഒരിക്കലും ഞാനല്ല പെർഫെക്ഷൻ ആയിട്ട് വേറെ ആരെങ്കിലും എടുത്തു കൊടുക്കുന്നത് ആശ്നാക്ക് കുറച്ചും കൂടെ എളുപ്പം. നല്ലതുപോലെ ബാവാസിന്റെ അടുത്തൊക്കെ കംഫർട്ടാണ്. എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് പരിപാടി എന്റെ പ്രശ്നം എന്താന്ന് വെച്ചാല് ഞാനിത് അവക്കത് ചെയ്യാൻ പറ്റും എന്ന കോൺഫിഡൻസ് എനിക്ക് ഉണ്ട്. അത് അവർക്ക് ആ ഒരു ടേക്കിലാവുമല്ലോ എന്ന് എനിക്കറിയാം. പിന്നെ അതിനും വെറുതെ മണ്ടത്തരം കാണിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇതാക്കണ്ടല്ലോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയേണ്ട അത്യാവശ്യ സാധനങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാറില്ല. ഇൻട്രോ പറഞ്ഞു തരാണ്ട് ഓരോ സാധനത്തിന് എങ്ങനെ എടുക്കണം, എങ്ങനെ വെക്കണം, എവിടെ നിന്ന് എടുക്കണം, അങ്ങനെയൊക്കെ ഞാൻ അത്യാവശ്യം എന്നെ കൊണ്ടറിയാം. നമുക്കും വലിയ ക്യാമറമാനോ അല്ലെങ്കിൽ ഡയറക്ടറോ ഒന്നും അല്ല, പക്ഷെ നമ്മളെ കൊണ്ട് അറിയുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കും. പിന്നെ അതിൻ്റെ
ഇടയ്ക്ക് കുട്ടികളുടെ പ്രശ്നം വരുമ്പോ അല്ലെങ്കിൽ എനിക്ക് കോൾസ് ഇന്ന് വന്ന കോൾസ് കണ്ടില്ലേ എന്തോറും. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഒരു ബുദ്ധിമുട്ടായതുകൊണ്ടാണ്. ചെറിയ കാര്യങ്ങളൊക്കെയാണ് പക്ഷെ എന്നാലും ഫോൺ എടുക്കുക സംസാരിക്കുക. ചില കാര്യം ചില ആൾക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പൊ അതിൻ്റെതായ ഒരു ടെൻഷൻ ഉണ്ടാവും. അവള് കംഫർട്ടല്ല, അവനില്ലോണ്ട് കുറച്ചും കൂടെ കാര്യങ്ങൾ എളുപ്പമായി. നീ ആദ്യമായിട്ടാണോ പ്രൊമോഷൻ വീഡിയോ എടുക്കാൻ വരുന്നത്? ഫസ്റ്റ് പ്രൊമോഷൻ വീഡിയോ ആണ് ഗൈസ്. പക്ഷെ ഞാൻ നല്ല വൃത്തിക്ക് ചെയ്തു, നന്നായിട്ട് ചെയ്തു, ഭയങ്കരമായി ചെയ്തു. ഇവനെടുത്ത് തന്നെ ഭയങ്കര ഇഷ്ടമാണ്. ബാവാസ് നല്ല അടിപൊളിയായിട്ട് എടുത്തത്. ഇവർ രണ്ടുപേരും ഓക്കെ പറഞ്ഞാൽ പിന്നെ ഞാൻ ആ ക്ലിപ്പിങ്സ് നോക്കാറില്ല. അത് ഓക്കെ ആണോ എന്നുള്ളത് പിന്നെ ചെക്ക് ചെയ്യാറില്ല. ഓക്കെ ആയിരിക്കും. പിന്നെ ഇപ്പം ഇന്ന് ആദ്യത്തെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നടാ? സിമ്പിൾ, ഇത് തന്നെയാണല്ലോ മെയിൻ പരിപാടി. അതുകൊണ്ട് വലിയ ഇതായിരുന്നു. പെട്ടെന്ന് കഴിഞ്ഞു, അല്ലെങ്കിൽ കുറേ സമയം എടുക്കും. ഒരു കുട്ടികളായിരുന്നു, അപ്പോൾ അവള് നല്ല രീതിക്ക് അതിനെ പറ്റിയൊക്കെ അറിയുന്ന ആളാണ്. അതെ, സ്ഥിരം ഇത് ചെയ്യുന്ന ആളാണ്. പിന്നെ ഓഫറൊക്കെ പറയാനാണെങ്കിലും ഹെൽപ്പ് ചെയ്തു. അതുകൊണ്ട് പെട്ടെന്ന് കഴിഞ്ഞു. ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക് തീരുള്ളൂ എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ പെട്ടെന്ന് കഴിഞ്ഞു. ഇനി നമ്മൾ വീട്ടിലേക്ക് പോവാണ്. കഴിക്കാം, നിന്റെ ഇഷ്ടം. അതന്നെ ഇന്നത്തെ ചെലവ് എന്റെ. ഇന്നലെ മന്തി കഴിച്ചിട്ട് പോകും. അതിനുശേഷം നമ്മൾ വൈകിട്ട് വന്നിട്ട് പിന്നെ ഇപ്പൊ നമ്മൾ മന്തി കഴിക്കും, അതിന്റെ പൈസ ഞാൻ കൊടുക്കും. വൈകിട്ട് നമ്മൾ മന്തി കഴിക്കുമ്പോ അതിന്റെ പൈസ ഞാൻ കൊടുക്കും. 200 ഇന്നലെ വന്നിട്ട് ഇന്നലെ ഇവളെയും കൊണ്ട് മന്തി ഷോപ്പിൽ വന്നു. ലാസ്റ്റ് ഈ ഓർഡർ എടുക്കാൻ വരുന്ന അടുത്തേക്ക് വരുന്നില്ല പേടിച്ചിട്ട്. എന്നോട് അവിടെ നിന്ന് ചോദിക്കും മന്തി കണ്ടാ ഞങ്ങൾ മൂക്കൂത്തി വീഴും. വേണോന്നൊക്കെ ദൂരത്തുനിന്ന് ഇങ്ങനെ ലാസ്റ്റ് തീർന്നുപോയി. അത് ഞങ്ങൾക്ക് തിന്നോണ്ടല്ല കേട്ടോ. ഞായറാഴ്ച ആയിരുന്നു, പിന്നെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. അതൊന്നും ഞാൻ ഏറ്റെടുക്കില്ല കേട്ടോ. മന്തി കഴിച്ച് തീരണമെങ്കിൽ എന്തായിരിക്കും തീറ്റാന്നുള്ളത് ഓർത്താക്കിയാൽ. എന്റെ വീട്ടിലേക്ക് ഓർഡർ ചെയ്യാനൊന്നും മന്തി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇത് കുറച്ചെന്തോ മന്തി അല്ലേട്ടാ വീട്ടിലേക്ക് ഇല്ല, മന്തി തീർന്നു പോനെ. വീഡിയോ ഒക്കെ പെട്ടെന്ന് കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് വളരെ കൂൾ ആൻഡ് കാമായിട്ട് വണ്ടിയിൽ കയറി ഇങ്ങോട്ട് വന്ന ഞാനാ. നിങ്ങൾ രണ്ടുപേരും കൂടെ എനിക്ക് നല്ല ഒന്നാം തരം പ്രാങ്ക്. ഞാൻ ജസ്റ്റ് ക്യാമറമാൻ മാത്രം. പക്ഷെ മോശമായി തോന്നുന്നല്ലേ. എന്തായാലും ഞങ്ങൾ മന്തി കഴിക്കാൻ പോവാം. മര്യാദയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇന്ന് പെട്ടെന്ന് ഷൂട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞത്. മര്യാദയ്ക്ക് കാമാൻ കൂളായിട്ട് ഞാൻ അടിപൊളി മന്തിയൊക്കെ കഴിക്കാൻ അത് വിചാരിച്ച് വണ്ടി കയറിയത് ഞാനാ. ഇപ്പം എൻ്റെ മൂഡ് മൊത്തം പോയി. അതെന്ന് പറഞ്ഞാൽ ചെറിയൊരു പ്രാങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം പ്രാങ്കിൽ ക്യാമറ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ബാക്കി അതിൻ്റെ സ്ക്രിപ്റ്റും ബാക്കിലുള്ള കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്ത് ഇക്കാൻ്റെ ബുദ്ധിയും കാര്യങ്ങളും പിന്നെ മൊത്തം കാര്യങ്ങളൊക്കെ കൊണ്ടുപോയത് മിക്കായും പിന്നെ നമ്മുടെ അശ്മയങ്ങളും. ഞാൻ പെട്ടുപോയി. അങ്ങനെ ഭയങ്കര വലിയ സംഭവം അല്ല, ചെറിയൊരു സാധനം ഇട്ട് തന്നു. ഞാൻ അതിൽ കയറി പിടിച്ചു. അല്ല, നോർമലി ഏതൊരു പെൺകുട്ടിയും മീൻസ് റിലേഷനിലായ പെൺകുട്ടിയും ആഫ്റ്റർ മാരേജുള്ള പെൺകുട്ടിയും കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ടെമ്പർ ആവുന്ന ദേഷ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അതായിരുന്നു കണ്ടന്റ്. അത് മാത്രമല്ല എനിക്ക് ഭയങ്കര മൂഡ് സ്വിങ്സ് ഉള്ള ടൈമായിരുന്നു. അതാണ് ഏറ്റവും അഫക്ട് ചെയ്തത്. അത് മാത്രമല്ല വേറെ കേട്ടോ, വേറെ ഒന്നും പറയാനുണ്ടോ? അതാർക്കും ഇഷ്ടാവില്ല. ഞാൻ ഫസ്റ്റ് പറഞ്ഞു എനിക്കിതില് യാതൊരു ബന്ധമില്ല, ഞാൻ ക്യാമറ മാത്രമേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെന്ന് പറഞ്ഞ് നമ്മൾ ഒന്ന് മറ്റേ വീഡിയോ എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ എനിക്കൊരു മന്തി ഇവിടെ ഓഫർ ചെയ്തായിരുന്നു. അപ്പൊ ഞാൻ ഇക്കാണ് ആദ്യം പറഞ്ഞു ഒരു പേടി. എന്റെ മാനസികാവസ്ഥ എന്റെ പ്രശ്നങ്ങളൊന്നല്ല ഒരു പേടി. എങ്ങാനും ഈ ഉടക്കില് അതായത് ഇക്കായിട്ട് ഇടയ്ക്ക് വെച്ചു ഭക്ഷണം കഴിക്കുന്നില്ല. അത് അപ്പൊ ഞാൻ പറഞ്ഞത് എനിക്ക് ഭക്ഷണം വേണ്ട, ഒന്നും വേണ്ട, നിങ്ങൾ പോയി കഴിച്ചോളൂ. അപ്പൊ ഇവന് പേടി. ഞാനാണല്ലോ മന്തി സെറ്റ് ചെയ്തത്, അത് കിട്ടില്ലായിരുന്നു. അതാണ് കൺസേൺ. അല്ല, ഇതെന്തായാലും പ്രാങ്ക് കഴിയുമ്പോഴത്തേനും നമ്മള് പറയല്ലോ പ്രാങ്ക് ആയിരുന്നു സംഭവം. അത്ര സമയത്ത് ഒരു ഇത് മാത്രല്ല, പിന്നെ സ്വന്തം ഹസ്ബൻഡിന് തന്നെ പ്രാങ്ക് കൊടുക്കുന്നത്. എനിക്കതിലൊന്നും പറയാൻ പറ്റില്ലല്ലോ. പിന്നെ നീ പറഞ്ഞ എന്നെ പിടിച്ചിടിക്കും. എന്ത് സംഭവിച്ചാലും നഷ്ടം വരുന്നത് എനിക്കായിരിക്കും. അതെ, പിന്നെ ഞാൻ ഇക്കാനോട് ആദ്യം പറഞ്ഞു മന്തി കഴിച്ച ശേഷം പ്രാങ്ക് ചെയ്താ പോലെ. എടാ ഭയങ്കര കോമഡി. ഐക്യനോട് പ്ലാൻ അവിടെ വെച്ചിട്ട് പ്ലാൻ ചെയ്യാം. അവിടെ വെച്ച് മൊത്തം പ്ലാൻ ചെയ്യായിരുന്നു. അപ്പൊ ഞാൻ ഇതൊക്കെ മൊത്തം ക്യാമറയിൽ എടുക്കുന്നുണ്ട്. എല്ലാം കയറ്റി ഞാൻ നോക്കുമ്പോൾ തന്നെ ക്യാമറ ഓൺ ആക്കിയിട്ടില്ല. നീ വന്നില്ലേ, ആ സാധനമൊക്കെ ഉണ്ടായിരുന്നു. ക്യാമറ ഓൺ ആക്കാൻ മറന്നുപോയി. കണ്ടാരോ ഞാൻ ക്യാമറ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുക.
അപ്പൊ അതൊക്കെ നിന്റെ ഫോണിലെടുത്തോ? ഇല്ലടാ, അത് ക്യാമറ ഓൺ ആക്കില്ല, കിട്ടിയില്ല, റെക്കോർഡായില്ല, ഒന്നും റെക്കോർഡായില്ല. അത് കഴിഞ്ഞ് പിന്നെ അതിന് പിന്നെ ഞാനിങ്ങനെ വരുന്ന സമയത്ത് പിന്നെ ഞാനിങ്ങനെ എന്തായാലും പറഞ്ഞുതരാം. ഇവര് നിർത്തേണ്ടത് 20 മിനിറ്റ് 21 മിനിറ്റ് എൻ്റെ എൻ്റെ കൈ ഇങ്ങനെ, അതായത് നമ്മളിങ്ങനെ ക്യാമറ പിടിക്കില്ലേ, പിന്നെ പിടിച്ച് മടുത്ത് മനുഷ്യൻ 21 മിനിറ്റ് ഞാൻ ലാസ്റ്റ് ഇങ്ങനെയൊക്കെ. അല്ല ആദ്യമൊന്നും കയറി പിടിച്ചില്ല, പിന്നെ എനിക്ക് ദേഷ്യം വന്നു. അത് എല്ലാവർക്കും വരും, നോർമലി എല്ലാവർക്കും. ആർക്കാളും ഇഷ്ടാവൂല. പിന്നെ ഞാൻ വിചാരിച്ചിട്ട് അപ്പുറത്തെ ഡോറ് തുറന്ന് റോഡിൽ പോയിട്ട് വണ്ടി ഞാൻ ഓടിക്കാൻ തയ്യാറായിട്ട് ഞങ്ങള് മന്തി കഴിക്കാന്ന് പറഞ്ഞു. ഇന്നലെ രാത്രി നമ്മൾ മന്തി കഴിച്ചോട്ടേക്ക് പറഞ്ഞു കഞ്ഞി കുടിച്ചോളാം. നമ്മൾ തൊട്ടപ്പുറത്ത് കഞ്ഞിക്കടയുണ്ട്, അങ്ങോട്ടേക്ക് പോയി. അപ്പം ഞങ്ങൾ എന്തായാലും ഇവിടെ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് തന്നെയാണ് അഫ്ഗാനി മന്തി സാധാ പേര്. അപ്പൊ നമുക്ക് ഫുഡ് ചിലപ്പോൾ കാണാം. അപ്പോൾ നമുക്ക് അവിടുത്തെ ഫുഡ് കഴിച്ചതിന് ശേഷം കാണാം. ഫുഡ് എന്ന് പറഞ്ഞാൽ മുടിഞ്ഞ പോരാട്ടമാണ്. എന്നാലും നൈറ്റ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ട് ആ ഷോപ്പിലെ മന്തി, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഒരു ഷോപ്പിൽ കയറിയിട്ട് മന്തി തീർത്തത്. ആ ഷോപ്പിലെ മന്തി തീർത്ത ആളാണ്. വെറുതെ പറയാം, അവിടെ ഞായറാഴ്ച മന്തി ഞാൻ മന്തി തീർന്നല്ലോ. അതേ മറ്റേ നമ്മുടെ സപ്ലയറൊക്കെ ദൂരത്ത് നിന്ന് എന്നോട് ഇങ്ങനെ ചോദിക്കും, എനിക്ക് വേണോ, അടുത്തേക്ക് വരാൻ പേടി, ഇവിടെ ഫുഡ് കഴിക്കൽ കണ്ടിട്ട് വേണോ എന്നൊക്കെ ഇങ്ങനെ ദൂരത്ത് നിന്ന് കഴിക്കും. ഒരു ഷോപ്പിലെ മന്തി മൊത്തം തീർത്ത ആളാണ് ഈ. അപ്പോൾ നമുക്കിനി ആഫ്റ്റർ നമ്മുടെ ഫുഡ് കഴിച്ച ശേഷം വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. ഭയങ്കര ചെറിയ ഇതിന് ഷെയർ ചെയ്യാം. ഇതാണ് അഫ്ഗാൻ. ഇത് നമ്മൾ ആദ്യമായിട്ട് കഴിക്കുന്ന കേട്ടോ ഈ സാധനം. ക്രീമി ആ ഒരു